നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ബലപ്പെട്ടതോടെ 4 വർഷ ബിരുദത്തിന്റെ ഭാഗമായുള്ള കെയറിപ്പ് ഏകീകൃത സോഫ്റ്റ്വെയറിനോട് മുഖം തിരിച്ച സർവകലാശാലകൾ. ഡേറ്റ ചോർച്ചയെക്കുറിച്ച് സംശയമുയർന്നതിനാൽ തൽക്കാലം പങ്കാളിയാവേണ്ടെന്ന നിലപാടിലാണ് കേരള, കാലിക്കറ്റ്, MG സർവകലാശാലകൾ. ഇതോടെ എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിലാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പദ്ധതി പ്രതിസന്ധിയിലായി. സോഫ്റ്റ്വെയറിന്റെയും വിവരങ്ങളുടെയും ഉടമസ്ഥാവകാശം ആർക്കാണെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് കേരള സർവകലാശാലയുടെ നിലപാട്. പദ്ധതിയെക്കുറിച്ചുള്ള രൂപരേഖയും വ്യക്തമല്ല. കെയറിപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ സർവകലാശാലയിലെ വിവിധ സെക്ഷനുകൾ കൈകാര്യം ചെയ്യണമെന്നിരിക്കെ റൂൾസ് ഓഫ് ബിസിനസ്സിലെ മാറ്റം, മാനുവൽ പരിഷ്കാരം, ഓഫീസ് നടപടിക്രമങ്ങൾ തുടങ്ങിയവയിൽ ഒന്നും വ്യക്തതയില്ലെന്നും സർവകലാശാല അധികൃതർ ചൂണ്ടിക്കാട്ടി. 1.25 ലക്ഷം കുട്ടികൾ പഠിക്കുന്നതിനാൽ വിവരച്ചോർച്ചയെക്കുറിച്ചും ആശങ്കയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. സമാനമായ സംശയത്തിൽ മാറി നിൽക്കുകയാണ് കാലിക്കറ്റ്, MG സർവകലാശാലകൾ. ഇവിടങ്ങളിലെ ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകളും പദ്ധതി നടപ്പാക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വ്യക്തമായ മാർഗരേഖ പുറപ്പെടുവിക്കുകയോ സർവകലാശാലകളെ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്യാതെ പദ്ധതി അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് അധ്യാപക, അനധ്യാപക സംഘടനകൾ. ആദ്യം കണ്ണൂരിൽ നടപ്പാക്കിയപ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടായി. കെയറിപ്പ് നടപ്പാക്കാൻ MKCL എന്ന മഹാരാഷ്ട്ര കമ്പനിയെ ഏൽപ്പിച്ചതാണ് പ്രശ്നം. അസാപ്പിന് നൽകിയ കരാർ അവർ MKCLനെ ഏൽപ്പിക്കുകയായിരുന്നു. ITI, TCS തുടങ്ങിയ കമ്പനികളൊക്കെ താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും കൗൺസിലാണ് MKCLനെ ഏൽപ്പിച്ചത്. പദ്ധതിക്ക് ടെൻഡർ വിളിക്കാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ശുപാർശ ചെയ്തെങ്കിലും നടപ്പായില്ല. മന്ത്രി R. ബിന്ദുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഇത് മറികടന്നെന്നാണ് ആക്ഷേപം. മന്ത്രി വിളിച്ച VC-മാരുടെയും രജിസ്ട്രാർമാരുടെയും യോഗമാണ് കെയറിപ്പ് തീരുമാനിച്ചതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നുമാണ് കണ്ണൂർ സർവകലാശാലയുടെ വിശദീകരണം.